കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് ഇന്നയോളം നമ്മെ നടത്തിയ വൻകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഇന്നലെ വൈകിട്ട് തുടങ്ങിയതായ പ്രാർത്ഥന, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, തുടരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകി. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൻപിൽ ശുശ്രൂഷിച്ച, പ്രാർത്ഥിച്ച, പ്രാർത്ഥനയിൽ ലീഡ് ചെയ്ത എല്ലാ കർത്താവിൻ്റെ ഭൃത്യന്മാർക്കായി, സഹോദരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഉറക്കത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഹല്ലേലൂയ അടുത്തൊരു ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദൈവം തൻ്റെ കൃപയിൽ ദൈവം നടത്തി. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നടത്തുന്ന, നമുക്ക് ബുദ്ധി പറയുന്ന, നമുക്ക് ആലോചന പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നിന്നെ വെൽദിസ്റ്റി വച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു. അങ്ങനെ നെറ്റിവെച്ച് ആലോചന പറയുന്നവനായി, ആമേൻ, ഹല്ലേലൂയ, നടക്കേണ്ടുന്ന വഴി കാണിക്കുന്നവനായി ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഇന്നയോളം നടത്തിയതിനായി ദൈവത്തിന് സ്തോത്രം. വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും, ആമേൻ, ഹല്ലേലൂയ, ഇനി നാം പ്രയോജനപ്പെടേണ്ടവരുമാണ്. ഇപ്പൊ നമ്മൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം തന്റെ കൃപയിൽ നമ്മെ ഇന്നയോളം മറച്ച് നമുക്ക് ജീവൻ, സുഖം, ബലം, ആരോഗ്യം ഇന്നയോളം നൽകി എന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവിക ഉദ്ദേശം നാം ഈ ദിവസങ്ങളിൽ അറിയണം, നാം അത് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഒറീസയിലോ കർണാടകയിലോ ഇല്ല കേരളത്തിലോ തമിഴ്നാട്ടിലോ മറ്റൊരു സ്റ്റേറ്റിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ദൈവമൊക്കെ എന്തോ പ്രശ്നം പ്രതികൂലമൊക്കെ നടക്കുന്നു എന്ന് കാണുമ്പോൾ, ഇതൊക്കെ ദൈവജനത്തിന് നിവൃത്തിയാണ്, നടക്കേണ്ടതാണ്, സംഭവിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തിന്. എന്നാൽ ഇതിന് നടുവിൽ നാം ഒന്ന് ഒരുങ്ങേണ്ടതാണ്. നമ്മെ കർത്താവ് എന്തിനാണ് ഈ അനുഭവത്തിലാക്കി? എന്നെ എന്തിനാണ്, ആമേൻ, കാരണം ഈ യേശുവിനെ അറിയേണ്ടതാകുന്ന അറിവ് എന്തിനാണ് എനിക്ക് തന്നത്? എനിക്കുള്ള മറ്റു പലർക്കാർക്കും ലഭിക്കാത്തതും കൊടുക്കാത്തതും പ്രാപിക്കുവാൻ കഴിയാത്തതുമായ ഒന്നിനെ എന്റെ യേശു എനിക്കെന്തിനു നൽകി? ദൈവത്തിന്റെ വിലയ നാമത്തിന് മഹത്വം. ഇസ്രായേൽ ജനത്തെ ദൈവം വെറുതെ തനിക്ക് വേണ്ടി തിരിഞ്ഞില്ല. യാക്കോബിനെ ദൈവം വെറുതെ, ആമേൻ, ഹല്ലേലൂയ, എന്റെ ജനമായ യാക്കോബേ എന്ന് ദൈവം വിളിച്ചില്ല. ദൈവം അങ്ങനെ വിളിച്ചെങ്കിൽ എന്തോ ആധികാരികമായ ഉദ്ദേശം യാക്കോബിനെ ചൊല്ലി, തന്റെ തലമുറകളെ ചൊല്ലി, തന്റെ പിൻപിലുള്ളവരെ ചൊല്ലി, ഇസ്രായേൽ ജനത്തെ ചൊല്ലി ദൈവത്തിനുണ്ടായിരുന്നു. കർത്താവിന്റെ വിലയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എബ്രാഹീമിനെ ചൊല്ലി ഒരിക്കൽ ദൈവം പറഞ്ഞു, അവൻ, ആമേൻ, ഹല്ലേലൂയ, എന്റെ വാത്സല്യപുത്രൻ, ഓമനക്കുട്ടി. ദൈവത്തിന് മഹത്വം. എന്നാൽ അങ്ങനെ പ്രശംസനീയമായി പറഞ്ഞതാകുന്ന എബ്രായൻ, ആമേൻ, ഹല്ലേലൂയ, യുദ്ധ ദിവസത്തിൽ എന്ത് ചെയ്തു പോയി? തോറ്റുപോയി, പരാജയപ്പെട്ടുപോയി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വലിയ ഉദ്ദേശങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ പ്ലാനായി, പദ്ധതിയായി നമ്മുടെ മേൽ ദൈവത്തിനുണ്ട്. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം അങ്ങനെ എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ മേൽ വിടുന്നതാകുന്ന ദൗത്യം. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക ഉദ്ദേശത്തിൽ ഞാൻ എത്തിച്ചേരണം. കർത്താവിന്റെ വലിയ നാമത്തിൽ സ്തോത്രം. ഞാന് അലവ, ആമേൻ, ഹല്ലേലൂയ, ഒരു കളിമണ്ണിന്റെ മേൽ അധികാരമുള്ളവനായ കുശവൻ, ആമേൻ, ഒരു ഉരുണ്ട കളിമണ്ണെടുത്ത് അതിനെ ഉരുട്ടി, അതിനെ, ആമേൻ, ഹല്ലേലൂയ, കുഴച്ച്, ആമേൻ, സ്തോത്രം, ആമേൻ, ചക്രത്തിന്മേൽ ആ കളിമണ്ണ്
കുഞ്ഞിനെ വയ്ക്കുന്നെങ്കിൽ അവന്റെ ഉള്ളിൽ എന്തോ ഒരു പാത്രത്തിന്റെ ഷേപ്പ്, ഒരു പാത്രത്തിന്റെ പ്ലാൻ, അവന്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു പാത്രത്തിന്റെ അളവ്, ഏതോ ഒരു പാത്രത്തിന്റെ വലിപ്പം, താൻ അല്പം കഴിയുമ്പോൾ തന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതാകുന്ന പാത്രത്തിന്റെ ഭംഗി, ഇതൊക്കെ തന്റെ മനസ്സിൽ അങ്കുരിക്കുക. തന്റെ മനസ്സിൽ അത് പ്ലാൻ ചെയ്യുക. താനത് കളിമണ്ണുരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കളിമണ്ണിനെ ആദ്യമായി ചക്രത്തിന്മേൽ വെച്ച് ഞാൻ ഇങ്ങനെ മെനയണം എന്നുള്ളൊരു ചിന്ത കുശവനുണ്ട്. ഇതുപോലെ അത്യുന്നതനായ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്ന തന്റെ മക്കളാകുന്ന നമ്മെ ചൊല്ലി ദൈവത്തിനുണ്ട്. പ്രവാചകനാകുന്ന യിരെമ്യാവിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഇസ്രായേലേ, കളിമൺ കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. ദൈവത്തിന് വലിയ നാമത്തിന് മഹത്വം. നമ്മൾ പലപ്പോഴും സാധാരണ ചിന്തിക്കുന്നത് ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടതയെ മാത്രം വലുതായി കാണും. അതിന്റെ ഉള്ളിലുള്ള ദൈവഹിതത്തിൽ നമ്മൾ കാണാറില്ല. എവിടെയോ അനർത്ഥം, എവിടെയോ കഷ്ടം, എവിടെയോ പ്രശ്നം, ഇല്ല കുഞ്ഞേ, ഇല്ല ദൈവത്തിലെ ദൈവഭക്തന്മാരെ, ഗ്ലോറി ടു ഗോഡ്, നാളെ എനിക്ക് അതുണ്ടാകും. എന്നെ കർത്താവ് അതിനായിട്ടായിരിക്കാൻ ചിലപ്പോൾ നിയമിച്ചിരിക്കുന്നത്, നമ്മെ അതിനു വേണ്ടിയായിരിക്കാൻ കർത്താവ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സ്വതന്ത്ര വിഷയങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ദൈവാത്മാവിനെ പ്രകാശിപ്പിച്ച ഒരു ചെറിയ ഭാഗം നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം. ദൈവത്തിന്റെ വിലയും നാമത്തിന് മഹത്വം. 42-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 42-ാം അധ്യായം 6ഉം 7ഉം വാക്യം. കൂട്ടുകണ്ണുകളെ തുറപ്പാനും തടവുകാരെ തടവറയിൽ നിന്ന് അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. ദൈവത്തിന്റെ വിലയുടെ നാമത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുരുട്ടുകണ്ണുകളെ തുറക്കാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്റെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ വിലയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അന്നത്തെ നാളിൽ പ്രവാചകനാകുന്ന യെശയ്യാവ് വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഹല്ലേലൂയ തന്റെ ജനത്തെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു ദൂതാണ്. എന്റെ ജനമേ, ഞാൻ നിന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ഇനും ആഴമായി മറ്റൊരു വിഷയം ഇതിന്റെ അകത്ത് ഹല്ലേലൂയ മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു അഭിഷക്തനെ ദൈവം അഭിഷേകിച്ചിരിക്കുന്നത് ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ചില കുരുട്ടു കണ്ണുകളെ തുറക്കുവാൻ വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. നമ്മിൽ പലർ കുരുടരായിരുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നമ്മെ വിളിച്ച് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകിയത് ആമേൻ മറ്റു പലർ കുരുടരായിരിക്കുന്ന പലരുടെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കാണുന്നു എന്ന് പറയുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന കുരുടന്മാർ പലരുണ്ട്. അറിയാം എന്ന് പറയുകയും ആമേൻ ഹല്ലേലൂയ ഒന്നും അറിയാതിരിക്കുകയും ചെയ്യുന്ന പലർ അവനുണ്ട്. അവരുടെ നടുവിലാ ദൈവഭൃത്യന്മാരെ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, ആക്കി വച്ചിരിക്കുന്നത്. ദൈവത്തിന് നാം ആഗ്രഹിക്കാത്ത, നാം ചിന്തിക്കാത്ത, നമുക്ക് ഇന്നും ഇപ്പോഴും വരെയും അതിന്റെ മർമ്മം, ആഴം ഇന്നതെന്നും വില ഇന്നതെന്നും ഗ്രഹിക്കാൻ കഴിയാത്തതാകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ വല്ലഭത്വം നമ്മുടെ മേലെ തന്നതിന്റെ ഉദ്ദേശം നാം ഇനിയെങ്കിലും മനസ്സിലാക്കണം. നാം ചിന്തിക്കാൻ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയാണ് എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ, ആത്മനിയോഗത്താൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഇളകുഞ്ഞി അത് അവിടെ കൊണ്ട് തീർന്നിട്ടില്ല.
Praise the Lord. Praise the Lord. ഞാനൊരു സഭാ ശുശ്രൂഷകനായിരിക്കുന്നു. സഭാ ശുശ്രൂഷകനായിരുന്നു കൊണ്ട് ദൈവനെ അയക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ ശുശ്രൂഷകൾക്കായി കടന്നു പോകുന്നു. ആമേൻ. എന്നെ ചൊല്ലി തന്നെ ദൈവാത്മാവിന്റെ നിയോഗം